പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ. അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ഈ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 21-ാം തിരുലിഖിതം. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം തൻ്റെ പ്രിയ ജനത്തിന് വേണ്ടി ചൊരിയുന്ന നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ അനുഭവം കൊണ്ട് നിറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ പാപത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു, പൈശാചിക പിടകൾ വിട്ടുപോകുന്നു, രോഗങ്ങൾ തകരുന്നു, കുടുംബ പ്രശ്നങ്ങളുടെ മേൽ ദൈവിക കൃപ വ്യാപരിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ലില്ലിക്കുട്ടി. ഞാൻ പാലായിൽ താമസിക്കുന്നു. 10-20 വർഷമായി എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. 2 മാസം കൂടുമ്പോൾ കാലിൻ്റെ കണ്ണ പഴുത്ത് പൊട്ടുമായിരുന്നു. ഒത്തിരി മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ അല്പം കുറഞ്ഞാലും 2 മാസം കൂടുമ്പോൾ പിന്നെയും വരും. ഞാൻ അഭിഷേകാഗ്നി സമയം കിട്ടുമ്പോഴെല്ലാം കാണുന്നുണ്ട്. ഒരിക്കലും എൻ്റെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടില്ല.
ഇത്രയും വർഷങ്ങൾ പഴക്കം ചെന്ന എൻ്റെ ഈ കാല് സുഖപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. എൻ്റെ കാലിന് വേദന വരുമ്പോൾ ഞാൻ പല ഡോക്ടർമാരുടെയും അടുക്കലേക്ക് പോകും. അവർ വെരിക്കോസ് വെയിനിന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ കാല് കൂടെ കൂടെ പഴുത്ത് പൊട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു തോന്നലുണ്ടായി. ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എന്നെയും കൂടെ സുഖപ്പെടുത്തണമേ. ഞാൻ ടി വിയുടെ മുമ്പിലിരുന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞുപോയി. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കാലിലേക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലിൽ ഇത്രയും വർഷം പഴക്കമുണ്ടായിരുന്ന ആ വേരിക്കോസ് വെയിനിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ പരിപൂർണമായും എൻ്റെ കാലിതാ സുഖപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാലായിലുള്ള വാലുമണ്ണേൽ ഹൗസിലുള്ള ലില്ലിക്കുട്ടി അബ്രാഹമാണ് ഈ ഒരു അനുഭവം നമ്മുടെ മുമ്പിലേക്ക് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളോളം പഴക്കമുള്ള പഴുത്ത് പൊട്ടിക്കൊണ്ടിരുന്ന കാലിൽ വലിയ പ്രയാസം അനുഭവപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വെരിക്കോസ് വെയിൻ്റെ രോഗത്തിൻ്റെ ബന്ധനം അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് യേശുവിൻ്റെ നാമശക്തിയാൽ ഛിന്ന ഭിന്നമായി പോയി എന്നുള്ളതാണ് ഈ ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. എല്ലാവരും ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. കർത്താവായി യേശു അത്ഭുതങ്ങളുടെ രാജാവാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായം 21-ാം വാക്യം, അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്ന് വിടുതൽ കൊടുക്കുകയും നിരവധി കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വാഴണമേ ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങൾ യോഹന്നാനെ അറിയിക്കുക. ഇതാ കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുനാമത്തിൽ. കുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഞാനല്ല എന്നിൽ നീയല്ലോ. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ.
വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും, ഉണർവുള്ളവരും ഉണർവില്ലാത്തവരും എല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങേ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, ദൈവവചനം സ്വീകരിക്കാൻ, ദൈവാനുഭവം പ്രാപിക്കാൻ, നിത്യരക്ഷയിലേക്ക് കടക്കാൻ തടസ്സമുണ്ടാക്കി നിൽക്കുന്ന എല്ലാ ദുരാത്മ പീഡകളും അന്ധകാര പീഡകളും ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ട് കാലാകാലങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ദുഷ്പ്രഭുത്വങ്ങളും ആധിപത്യ ശക്തികളും യേശുനാമത്തിൽ ഇപ്പോൾ ചിഹ്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 21 തിരുലിഖിതം. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യേശു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞൊരു ദൂതാണിത്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 16 വാക്യം. അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. യേശു തൻ്റെ സ്ലീഹന്മാരോട് പറഞ്ഞു. അവരുടെ മനസ്സ് മുഴുവൻ ദുഃഖപൂർണമായി. യേശു ക്രിസ്തുവിന് വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ, യേശുവിൻ്റെ ജീവിതത്തോടനുബന്ധിച്ചുള്ള, യേശുവിൻ്റെ പീഡാസഹനത്തിനനുബന്ധിച്ചുള്ള ചിന്തകളും അറിയിപ്പുകളും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ മനസ്സ് ദുഃഖാകുലമാക്കി. ദൈവപുത്രൻ്റെ മേൽ വന്ന ആ ഒരു അവസ്ഥ ശിഷ്യന്മാരുടെ മനസ്സിനെ ദുഃഖപൂരിതമാക്കി. അപ്പോഴാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകരുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു തിന്മയുടെ പീഡ കാണുന്നൊരു മേഖലയാണ് നന്മ ചെയ്തും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചും പ്രവർത്തിച്ചു പോകുന്ന ഓരോരുത്തർക്കും, ഓരോ സ്ഥാപനങ്ങൾക്കും, ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് പീഡ ഏൽക്കേണ്ടി വരുമ്പോൾ ഇത് കണ്ടും കേട്ടും നിൽക്കുന്നവരുടെ മനസ്സ് വേദനിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് തന്നെ കർത്താവിൻ്റെ പ്രിയങ്കരരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും എതിരായി ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നീതിബോധമുള്ള ഒരുപാട് പേരുടെ മനസ്സ് വേദനിക്കുകയാണ്. കർത്താവിൻ്റെ സഭ അഭിമുഖീകരിക്കുന്ന ഓരോ തരത്തിലുള്ള പീഡനങ്ങൾ കാണുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ആത്മാവുള്ള അനേകരുടെ മനസ്സ് വേദനിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോകത്തിലൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ മനസ്സ് വേദനിക്കുന്നു. ഇതിനെക്കുറിച്ച് പത്രോസ് എഴുതിയ 2 ലേഖനത്തിൽ 2 അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ലോത്ത് എന്ന് പേരുള്ള ഒരു ദൈവ പൈതലിനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരുന്നത്. ലോത്ത് പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു. ലോത്ത് നീതിബോധമുള്ളവനായിരുന്നു. അതുകൊണ്ട് ലോത്തിൻ്റെ ആത്മരക്ഷ ആഗ്രഹിക്കുന്ന ദൈവം ലോത്തിൻ്റെ വീട്ടിലേക്ക് ദൈവദൂതന്മാരെ അയച്ചിട്ട് രക്ഷപ്പെടാനുള്ള വഴികൾ ലോത്തിന് ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തു. ആ നാട്ടിൽ എല്ലാ ദൈവമക്കളും ദുർനടപ്പിൽ പൂണ്ട് അർമാദിച്ച് നടന്നപ്പോൾ ഈ ലോത്ത് പ്രാർത്ഥനയിലും ദൈവചിന്തയിലും വ്യാപരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന ലോത്തായതുകൊണ്ടാണ് ഈ ലോത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവം ദൂതന്മാരെ അയച്ചത്. ആ പട്ടണത്തിൽ വേറെ എത്രയോ ആളുകളുണ്ടായിരുന്നു. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും, ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഒക്കെ എത്ര തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ അടുത്തേക്ക് ദൈവദൂതനെ ദൈവം അയച്ചില്ലല്ലോ. ഈ ലോത്തിന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ദൂതനെ അയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോത്ത് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നാശത്തിൽ നിന്ന് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ലോത്തിന്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് പ്രിയങ്കരനായ മനുഷ്യനായിരുന്നു ഈ ലോത്ത്. ഈ ലോത്തിനെ കുറിച്ച് പത്രോസ്
2 പത്രോസ് 2-ാം അധ്യായം 7 തൊട്ട് 9 വരെ വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ലോത്തിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ച മനസ്സാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ആ വചനങ്ങളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. നോക്കുക, ലോത്തിന്റെ വേദനയുടെ കാരണം എന്താ? ലോത്തിന്റെ കുടുംബത്തിലെ കടബാധ്യത മാറാത്തതോ, ലോത്തിന്റെ മക്കളുടെ വിവാഹ തടസ്സം മാറാത്തതോ, ലോത്തിന്റെ കുടുംബത്തിൽ പ്രാർത്ഥനാരൂപി ഇതൊന്നും അല്ല ലോത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. നീതിബോധമുള്ള ലോത്തിന്റെ മനസ്സിന്റെ വേദനയുടെ കാരണം ദുഷ്ടരുടെ ദുർവൃത്തി എന്ന് പറഞ്ഞാൽ, ലോത്ത് നോക്കുമ്പോൾ ലോത്ത് മദ്യപിക്കുന്നില്ലെങ്കിലും ലോത്തിന് ചുറ്റുമുള്ളവരെല്ലാം മദ്യപാനത്തിൽ പൂണ്ടുകിടക്കുകയാണ്, സ്വർഗഭോഗത്തിൽ പൂണ്ടുകിടക്കുകയാണ്, വ്യഭിചാരത്തിൽ, തോന്യാസത്തിൽ, എഴുതപ്പെട്ട വചനങ്ങൾ ലംഘിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ദുർവൃത്തിയുടെ മാർഗങ്ങളിൽ ഇതാ ചുറ്റുമുള്ളവർ പൂണ്ടുകിടക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ലോത്തിന്റെ മനസ്സ് വേദനിക്കുകയാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും തനിക്ക് ചുറ്റിലും മദ്യപാനം പെരുകുന്നത് കാണുമ്പോൾ, തനിക്ക് ചുറ്റുമുള്ളവർ സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ, തനിക്ക് ചുറ്റിലുമുള്ളവർ ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ, തനിക്ക് ചുറ്റിലുമുള്ളവർ വിശുദ്ധ കൂദാശകൾ ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ, തനിക്ക് ചുറ്റിലുമുള്ളവർ വിശ്വാസം ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ, തിരുസഭ ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ അവരുടെ നീതിബോധമുള്ള മനസ്സ് വേദനിക്കുകയാണ്. ലോത്തിന്റെ മനസ്സ് വേദനിച്ചു. അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം, അവരുടെ മധ്യേ ജീവിച്ച നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. ഇത് കണ്ടും കേട്ടും ജീവിച്ച ലോത്തിന്റെ മനസ്സ് അനുദിന സന്തോഷം കൊണ്ട് പൂരിതമാവുകയല്ല ചെയ്തത്. ലോത്തിന്റെ നീതിബോധമുള്ള പരിശുദ്ധാത്മാവുള്ള ലോത്തിന്റെ മനസ്സിനെ അത് വേദനിപ്പിച്ചു. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഓരോ പ്രവർത്തികളും ഈ ഭൂമിയിൽ അരങ്ങേറുമ്പോൾ ദൈവാത്മാവുള്ള ഓരോരുത്തരുടെയും മനസ്സിലേൽക്കുന്ന പ്രഹരമാണത്. 69-ാം സങ്കീർത്തനത്തിൽ 9-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പൈതൽ പഠിപ്പിക്കുകയാണ്, ദൈവമേ, അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനങ്ങൾ എൻ്റെ മേൽ പതിച്ചു. നോക്കുക, ലോകത്തിൽ അരങ്ങേറുന്ന ഓരോ ദൈവനിന്ദയും ദൈവത്തിൽ വിശ്വസിക്കുന്ന നിഷ്കളങ്കമായ ഓരോ ആത്മാവിൻ്റെ മേലും വീഴുന്ന വേദനയാണ്. അവരുടെ ഹൃദയം വേദനിക്കുകയാണ്, അവരുടെ ഹൃദയം പീഡിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോത്തിന്റെ ഹൃദയം വേദനിച്ചപ്പോൾ ദൈവം ലോത്തിന് വേണ്ടി ഇടപെട്ടു. ദേശത്ത് ദൈവം ലോത്തിന് വേണ്ടി ഇടപെട്ടു, തിന്മയ്ക്കൊരു അറുതി വരുത്തി. ഇതാ ലോത്തിന്റെ നീതിയെ ദൈവം അംഗീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇടപെടുന്ന സമയങ്ങൾ വരും. അന്ധകാരത്തിന്റെ ആധിപത്യം എന്നും ഉണ്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നും ഈ ഞാഞ്ഞൂലുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമെന്ന് ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കും, രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ ദൈവം അനുവദിക്കുന്ന ചില മണിക്കൂറുകളോ ചില ദിനങ്ങളോ ചില കാലഘട്ടങ്ങളോ ഉണ്ടാകാം. എന്നാൽ അതിനപ്പുറത്തേക്കും ലോകമുണ്ട്, അതിനപ്പുറത്തേക്കും യുഗങ്ങളുണ്ട്, അതിനപ്പുറത്തേക്കും ഒരു അവസ്ഥയുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന ദിവസങ്ങൾ, ദൈവം ഇടപെടുന്ന സമയങ്ങൾ, ദൈവത്തിന്റെ യുഗം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ അവർ കുരിശ് തറച്ചു, യേശുവിനെ അവർ പീഡിപ്പിച്ചു. അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി യേശുവിന്റെ മേൽ അവർ ചെയ്തു. ദൈവം അന്ധകാരത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറുകൾ. എന്നാൽ അതിനപ്പുറത്തൊരു യുഗം ഉണ്ടായിരുന്നു. ദൈവത്തിന് ശക്തി ഭൂമിയിലേക്ക് വന്ന് ഇതാ ഉയർപ്പിക്കുന്ന ദിവസങ്ങളും കാലങ്ങളും, ഉയർപ്പിന്റെ ഒരു മഹോത്സവം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 3 മുതലുള്ള തിരുലിഖിതങ്ങൾ, ഇതാ പ്രവാസത്തിലിരിക്കുന്ന നെഹമ്യാ തൻ്റെ സ്വദേശത്ത് നിന്ന് വന്ന യൂദയായിൽ നിന്ന് വന്ന യൂദയ ഇതാ ശത്രു രാജ്യങ്ങളാൽ പിടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ദേവാലയവും
ദേവാലയത്തിന്റെ കോട്ടമതിലെല്ലാം തകർത്ത് അഗ്നിക്കരയാക്കി. അങ്ങനെ ശത്രുക്കൾ ഈ ദൈവത്തിന് ജനത്തെ അടിമയാക്കി പ്രവാസത്തിലേക്ക്, വിദൂര നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ വിദൂര നാട്ടിൽ ഇപ്പോൾ നെഹമ്യാ കഴിയുകയാണ്, പ്രവാസിയായി അടിമയായി കഴിയുകയാണ്. അപ്പോഴാണ് സ്വന്തം നാട്ടിൽ നിന്ന് അവിടെ അവശേഷിച്ചിരുന്നവരിൽ ഒരുവൻ ഇതാ യൂദയ നാട്ടിൽ നിന്ന് ഈ അടിമകളുടെ അടുത്തേക്ക് എത്തി. ഉടനെ നെഹമ്യാ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ സഹോദരന്മാരുടെ സ്ഥിതി എന്താ? നമ്മുടെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ സ്ഥിതി ഇപ്പം എന്താണ്? അപ്പോൾ ഹനാനി എന്ന് പറയുന്ന ആ ദാസൻ പറയുകയാണ്, ദേവാലയ മതിലുകൾ ഇപ്പോഴും കത്തിക്കരിഞ്ഞ് ചാമ്പലായി തന്നെ കിടക്കുന്നു. ദേവാലയം ഇടിഞ്ഞു തുറങ്ങി തന്നെ കിടക്കുന്നു. എല്ലാം ജീർണാവസ്ഥയിലാണ്. ഒരു മേൽഗതിയില്ല. പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും ദുരിതത്തിലുമാണ് എന്ന് സഹോദരൻ ഇതാ നമ്മുടെ നെഹമ്യായെ അറിയിച്ചു. അപ്പോൾ നെഹമ്യായുടെ സ്ഥിതി എന്താണ്? 1-ാം അധ്യായം 3 മുതലുള്ള തിരുലിഖിതങ്ങൾ. പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അവമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. നെഹമ്യായുടെ ഹൃദയം നുറുങ്ങി, വേദന കൊണ്ട് നിറഞ്ഞു. നോക്കുക, നെഹമ്യായ്ക്ക് നല്ല സുഖമാണ്. ഇവിടെ വലിയ ജോലി, കൊട്ടാരത്തിൽ സ്ഥാനം, അതൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പ്രശ്നമോ ജീവിത പ്രശ്നം അല്ല ഈ ദുഃഖത്തിൻ്റെ കാരണം. ദൈവത്തിൻ്റെ ആലയത്തിന് ഏറ്റ ക്ഷതം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങുകയാണ്. ദൈവജനത്തിൻ്റെ അപമാനം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നെഹമ്യായുടെ ഹൃദയം വേദനിച്ചു. പക്ഷേ ആ വേദന ദൈവത്തിൻ്റെ ഇടപെടൽ വിളിച്ചു വരുത്തി. ജനത്തിന് വലിയൊരു വിടുതലുണ്ടായി. നെഹമ്യായുടെ നേതൃത്വത്തിൽ ഒരു പുത്തൻ യുഗം ദൈവം തന്നെ തുറന്നു കൊടുത്ത് ജനം മുഴുവനും വലിയ വിടുതലും അഭിഷേകവും പ്രാപിച്ച്. നെഹമ്യായുടെ പുസ്തകം ആ ചരിത്രത്തിൻ്റെ വിവരണമാണല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഒരു കാര്യം ദൈവവചനം ഉറപ്പു തരുന്നുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് എനിക്കും നിങ്ങൾക്ക് ചുറ്റിലുള്ള തിന്മയുടെ കൂത്താട്ടം കണ്ട്, കഴുത കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നത് കണ്ട് ഞാനും നിങ്ങൾ ഇന്ന് വേദനിക്കുമ്പോൾ, ഇന്ന് ദുഃഖിക്കുമ്പോൾ, തിരുസഭയിൽ നിന്ന് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെ ഓർത്ത് വേദനിക്കുന്ന ഏതെങ്കിലും ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന അതിശക്തമായൊരു ദൂതുണ്ട്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് ഈ ഒരു അവസ്ഥയുടെ മേൽ ദൈവശക്തി നിറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാണ് അന്തിമ വിജയം. ദൈവവചനത്തിനാണ് അന്തിമ വിജയം. ദൈവത്തിൻ്റെ സഭയ്ക്കാണ് അന്തിമ വിജയം. ദൈവത്തിൻ്റെ ആത്മാവാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതി അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹ രാജൻ നമുക്കായി. തുറന്നിടും വാതി അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതങ്ങളുടെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സകല ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. ഈ ദുഃഖം സന്തോഷമായി മാറും. രാത്രിയുടെ ശേഷം പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൽ വിശ്വസ്ത പുലർത്തുക, പ്രഭാതത്തിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞെരുക്കത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തോട് കൂടെ ഒരു യുഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 4-ാം തിരുലിഖിതം. അവിടുത്തെ ആഗമനം
പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങളുടെ രാജാവായ യേശുവിൻ്റെ അരികിൽ നമ്മുടെ ഓരോരുത്തരുടെയും വേദനകൾ സമർപ്പിക്കാം. അവിടുന്ന് മനസ്സലിവുള്ള കർത്താവാകുന്നു. എല്ലാവരും രണ്ട് കരങ്ങൾ യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തട്ടെ. ഈ നിമിഷം ഓരോരുത്തരുടെ വേദന എന്താണോ ആ വേദനയിലേക്ക് അത്ഭുതങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ബാലികാ ബാലന്മാർ ഇപ്പോൾ യേശുവിനെ വിളിക്കുക. യുവതി യുവാക്കന്മാർ ബുദ്ധിയിലേക്കും മനസ്സിലേക്കും അന്തരംഗത്തിലേക്ക് ദൈവകൃപ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളുടെ മേലും ആ കുടുംബങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തരത്തിലുള്ള ദുഃഖത്തിൻ്റെ മേൽ യേശുവേ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ. അവിടുന്ന് ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രയാസങ്ങളിൽ ഇടപെടണമേ കർത്താവേ. ഓരോ സമൂഹത്തിൻ്റെ ദുഃഖങ്ങളിൽ ഇടപെടണമേ കർത്താവേ. ഓരോ സഭാ സമൂഹങ്ങളെ അവിടുന്ന് ഇപ്പോൾ കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ കർത്താവേ. യുവാക്കന്മാരെ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വാസ ക്രൈസിസ് ഉള്ളവരെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ.